അവിടെ ഈ ബജറംഗ് ദൾ പോലെയുള്ള ഭീകരവാദികളായ ആളുകൾ കൂടി നിന്ന് മനുഷ്യരെ ആക്രോശിച്ച് അവരുടെ മേൽ കേസെടുക്കണമെന്ന് പറയുമ്പോൾ കേസെടുക്കാൻ പോലീസും ആ കേസെടുത്തതിന് ശേഷം ദിവസങ്ങൾ നീളുന്ന തടവറയും ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഇത് ശരിയാണോ? ഫാദർ ഫിലിപ്പ് കവീൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ അനവധിയാണ്, അവകാശവാദങ്ങൾ അനവധിയാണ്. ഈ കേസ് മുന്നോട്ട് പോകേണ്ടതിന്റെ വഴികൾ ഏറെ ദുർഘടമായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ഈ കന്യാസ്ത്രീമാരെ ശിക്ഷിക്കുമെന്നാണ് ബജ്രംഗ് ദളിന്റെ ഇപ്പോഴത്തെയും വലിയ ആക്രോശവും അവകാശവാദവും എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡ് പോലെയൊരു നാടാണ്. പൗരോഹിത്യ പ്രവർത്തനത്തിന്, സന്യാസ ജീവിതത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട 2 കന്യാസ്ത്രീമാർക്ക് പൊരുതുന്നതിനൊരു പരിധിയുണ്ട്. സഭയടക്കം എല്ലാവരും അവർക്ക് വലിയ കരുതലും ഉറപ്പുമായി പിന്നിൽ നിന്നാൽ മാത്രമേ ഈ നിയമയുദ്ധം അവർക്ക് എളുപ്പമാവുകയുള്ളൂ, അല്ലെങ്കിൽ ദുഷ്കരമാകാതിരിക്കുകയെങ്കിലുമുള്ളൂ. തീർച്ചയായും എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഒരു നന്ദിയുടെ വാക്കാണ്. അതായത് ഈ കഴിഞ്ഞ 9 വർഷം അന്യായമായി അകാരണമായി തുറുങ്കിൽ അടയ്ക്കപ്പെട്ട സഹോദരിമാരെ ഇന്ന് കോടതി ജാമ്യം നൽകി പുറത്ത് വിട്ടു. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയാം. പ്രത്യേകിച്ച് കോടതിയുടെ ഈ തീരുമാനത്തിന് നന്ദി പറയുകയാണ്. വളരെ പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ സഹായിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. BJPയുടെ കേരള ഘടകത്തിൽപ്പെട്ടവർ വളരെ കാര്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ, അതുപോലെ വളരെ പ്രത്യേകിച്ച് സിസ്റ്റർമാരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള MLA മാർ, ശ്രീ സജീവ് ജോസഫ്, റോജി എം ജോൺ അടക്കമുള്ള MLA മാർ, അതുപോലെ ഓരോരുത്തർ പേരെടുത്ത് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ, എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരുപോലെ ഇടപെട്ടതിന് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, കത്തോലിക്ക കോൺഗ്രസ്സിന് വേണ്ടി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷന് വേണ്ടി, ആ സിസ്റ്റേഴ്സിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. ഇതൊരു കൂട്ടായ യജ്ഞമായിരുന്നു. അതിലൊക്കെ ഉപരി നന്ദി പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഈ സമീപകാലത്ത് ഇത്രയേറെ നീതിക്ക് വേണ്ടി ശബ്ദിച്ച മറ്റൊരവസരം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മാധ്യമ പ്രവർത്തകരുടെ അതിശക്തമായ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഇത് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആ കോടതിയുടെ വിധി എനിക്കറിയത്തില്ല, മാധുവിൻ്റെ കയ്യിലുണ്ട്, അത് വായിക്കാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച് മറ്റ് മാധ്യമങ്ങളിൽ വന്ന് വായിച്ചുള്ള അറിവേ എനിക്കുള്ളൂ. അതനുസരിച്ച് ആ കോടതിയുടെ വിധിയിൽ ജാമ്യം കൊടുത്തപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇത് തെറ്റിദ്ധാരണയുടെ പേരിൽ, സംശയത്തിൻ്റെ പേരിൽ എടുത്ത ഒരു കേസാണ് എന്ന്. ജനിച്ചപ്പോൾ മുതൽ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ കോടതി വിധിയുടെ ഭാഗമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ സത്യവാങ്മൂലം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാർ അവിടെ എത്തുമ്പോൾ, SP അടക്കമുള്ളവർ അവിടെ എത്തി ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഈ സന്യാസിനിമാർ ഇതെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ ബധിരകർണങ്ങളിലാണ് പതിച്ചത് എന്നുള്ളതാണ്. അതെ, അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട കോടതികൾ ഈ കോടതിക്ക് പുറത്തുള്ള ജനക്കൂട്ടത്തിൻ്റെ ആരവം കേട്ടിട്ട് വിധി പ്രസ്താവിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഇവരിത്രയും ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോടതിയുടെ സ്വതന്ത്രമായ നിഷ്പക്ഷമായ നിലപാട് എടുക്കുന്നതിനെ, അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനത്തെ ദോഷമായിട്ട് വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വരികയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നിയമം പഠിച്ച ആളല്ല, പക്ഷേ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ കോടതികൾ തങ്ങളുടെ മുമ്പിൽ വരുന്ന കേസ് അതിൻ്റെ ഇരുവശങ്ങളും മനസ്സിലാക്കി നിഷ്പക്ഷമായിട്ട് വിധി കൽപ്പിക്കുന്നു എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അവിടെ ഈ ബജറംഗ് ദൾ പോലെയുള്ള ഭീകരവാദികളായ ആളുകൾ കൂടി നിന്ന് മനുഷ്യരെ ആക്രോശിച്ച് അവരുടെ മേൽ കേസെടുക്കണമെന്ന് പറയുമ്പോൾ കേസെടുക്കാൻ പോലീസും ആ കേസെടുത്തതിന് ശേഷം ദിവസങ്ങൾ നീളുന്ന തടവറയും ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഇത് ശരിയാണോ? ബഹുമാനപ്പെട്ട മാധു പറഞ്ഞത് വളരെ കറക്റ്റാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ തിരുത്തേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട വിവിധ നേതാക്കൾ ആത്മാർത്ഥമായി സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറയാണ്. പക്ഷേ അതോടൊപ്പം നിഷ്പക്ഷമായിട്ട് നമ്മൾ വിധി കൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാവപ്പെട്ട സിസ്റ്റർമാർ ചെയ്ത തെറ്റെന്നാണ്. ഇതുകൊണ്ട് ഒരു വലിയ ഉപകാരം ഉണ്ടായെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സന്യാസിനിമാർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പാവപ്പെട്ട മനുഷ്യർക്ക്, അതായത് ആതുര സേവനവും വിദ്യാഭ്യാസവും വഴി ഉപേക്ഷിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് ചെയ്യുന്ന സേവനം ഇവിടെ വലിയ ചർച്ചയായി.
കുറച്ച് വിഷലിപ്തമായ മനസ്സുകൾ മാത്രമേ അവരെ കുറ്റം പറഞ്ഞുള്ളൂ. മറ്റുള്ളവരൊക്കെ അവരുടെ നന്മ ഏറ്റുപറയുകയാണ്. ഇന്ന് തന്നെ എനിക്ക് 2 ഫോൺ കോൾ വന്നത് ക്രൈസ്തവരുടെ അല്ല. തിരുവനന്തപുരത്ത് നിന്ന് ഒരു മുസ്ലിം സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഫാദർ നിങ്ങളൊക്കെ എടുത്ത നിലപാട് വളരെ കറക്റ്റായിരുന്നു, ഇന്ന് കോടതി അത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഈ രാജ്യത്തെ നിയമവാഴ്ച ഉണ്ടാകണമെന്ന് പറഞ്ഞു. മറ്റൊന്നൊരു ഹൈന്ദവ സഹോദരൻ്റെ ഫോൺ കോളായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദർ ഈ സംഭവം കേട്ടപ്പോൾ തൊട്ട് ഞങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്താണ് ഇത് കാണിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനോഭാവമുള്ള മനുഷ്യരാണ് കൂടുതലുള്ളത്. വിഷലിപ്തമായ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്നവർ വളരെ അങ്കുലിപരിമിതമായ ആളുകളാണ്. നിർഭാഗ്യവശാൽ അത്തരക്കാരാണ് ഇവിടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് വരുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി. മാത്രമല്ല, ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ കണ്ടതാണ് ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ് അർജുൻ അതിലേക്ക് കീഴിൽ പോയപ്പോൾ ഇത്രയും നാളുകൾ കഴിഞ്ഞാലും ജീവനോടെ കിട്ടിയേക്കില്ല എന്ന ആശങ്കകൾ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു ജീവന് വേണ്ടി, ശരി മരിച്ചു പോയെങ്കിൽ ആ ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് എത്രത്തോളം പ്രയത്നിച്ചു എന്നുള്ളത്. നമ്മളിൽപ്പെട്ട 2 പേർ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി അനീതിക്കിരയായി എന്ന് തോന്നുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളാകെ, നമ്മുടെ ജനപ്രതിനിധികളാകെ രാത്രിയും പകലും എന്നില്ലാതെ അവർക്കൊപ്പം ആ കാരാഗൃഹത്തിന്റെ കമ്പിവേലിക്ക് അപ്പുറത്ത് പോയി നിൽക്കാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ, ഏതു നരകത്തിൽ പോയി വീണാലും ആ നരകം അനീതിയുടേതാണ് എങ്കിൽ അവിടെ നിന്ന് കൈപിടിക്കാൻ നമ്മളിൽ ഒരാളെങ്കിൽ ഒരാൾ അവിടെ പോയി നിൽക്കുമെന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന സാമൂഹ്യ സുരക്ഷിതത്വം എത്രയോ വലുതാണ്. അതിൽ നമ്മൾ അഭിമാനിക്കേണ്ടതുമാണ്.